ആര്യാടൻ പറമ്പിലേക്ക് ഒന്ന് പോകാം. അവിടെ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം എത്തുകയാണ്. നേരത്തെ അദ്ദേഹം ബൂത്ത് സന്ദർശനത്തിലായിരുന്നു. അതെ. അമൽ, സ്ഥാനാർത്ഥി കുടുംബസമേതമാണോ വോട്ട് ചെയ്യാൻ എത്തുന്നത്? സ്ഥാനാർത്ഥി കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തുകയാണ്. നേരത്തെ വഹാബ് വോട്ട് ചെയ്ത അബ്ദുൾ വഹാബ് എം പി വോട്ട് ചെയ്ത ബൂത്തൊക്കെ സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി ആര്യാടൻ ഷൗക്കത്ത് ഇവിടേക്ക് എത്തുന്നത്. നല്ല മഴയാണ്. ആ മഴയത്താണ് സ്ഥാനാർത്ഥിയും കുടുംബവും വോട്ട് ചെയ്യാനായി എത്തുന്നത്. ഇവിടെ മാത്രമല്ല, ഈ എല്ലായിടങ്ങളും നേരത്തെ ഷിനോജ് പറഞ്ഞ സ്ഥലത്തൊക്കെ നല്ല മഴയാണ് എന്നാണ് കരുതുന്നത്. ആര്യാടൻ ഷൗക്കത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം വോട്ട് ചെയ്യാനായി എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ വന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വേഗത്തിൽ വോട്ട് ചെയ്തൊക്കെ മടങ്ങാം. കാരണം കാര്യമായ തിരക്കില്ല. അതിനാൽ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. നേരെ ബൂത്തിലേക്ക് കയറുക, വോട്ട് ചെയ്ത് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. ഒരാൾ പോലും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാനായി എത്തുന്ന വെട്ടിക്കുത്ത് LP സ്കൂളിലെ ബൂത്തിൽ ഒരാൾ പോലും ക്യൂവിലില്ല. നേരെ വന്നാൽ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാര്യ മുംതാസ് ബീഗം, അതോടൊപ്പം തന്നെ മക്കളായ ഒലിനുണ്ട്, ഉഷിനുണ്ട്, അവരെല്ലാം വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തുകയാണ്. കുടുംബസമേതം എല്ലാവരും ഒരുമിച്ച് ഇവിടേക്ക് എത്തുന്നു. ഇതിന് മുൻപ് ഒരു വട്ടം ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാനായി കുടുംബം ഇങ്ങനെ ഒരു കൂട്ടമായി വന്നതാണ്. പക്ഷേ അന്ന് പരാജയമായിരുന്നു ഫലം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ ഷൗക്കത്തിൻ്റെ കുടുംബവുമെല്ലാം. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഉമ്മയും ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യ വാഹനത്തിലുണ്ട്. അവരും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. വോട്ട് ചെയ്യാനായി ഇവരെത്തുകയാണ്. ഇവർ വന്നാൽ ഒരുപക്ഷെ ഒരു 10-15 പേരുള്ള ഒരു ക്യൂ ഇവിടെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അല്ലാതെ അതിന് മുൻപ് നമ്മൾ തുടങ്ങിയ സമയത്ത് മാത്രമാണ് ഒരു 10 പേരെങ്കിലും ക്യൂവിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരാൾ വന്ന് വോട്ട് ചെയ്ത് പോകുന്നൊരവസ്ഥയാണ്. അത് കാണുമ്പോൾ നമുക്ക് കടുത്ത നിരാശയാണ്. കാരണം മഴയൊക്കെ പ്രശ്നമായി മാറുന്നുണ്ട്. പോളിംഗ് പെർസെൻറ്റേജിനെ അത് കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മലയോര മേഖലയിലും നല്ല മഴ പെയ്യുന്നു. ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഉമ്മയാണ് ഇപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വോട്ട് ചെയ്യാനായി ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്താണ് ആദ്യം വോട്ട് ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവർ എത്തുകയാണ്. ഇതിനുശേഷം ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല, 2016 ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുന്നണിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന സമയത്ത് ഇവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ടായിരുന്നു. അതിനുശേഷം വി പ്രകാശ് മത്സരിക്കുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ പരാജയത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വി പ്രകാശ് മത്സരിച്ച സമയത്തൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2700 വോട്ടിനാണ് പരാജയപ്പെട്ടത്. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് ആത്മാർത്ഥമായി കോൺഗ്രസ്സുകാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നണി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. വലിയ ഭൂരിപക്ഷവും പ്രതീക്ഷിക്കുകയാണ്. 15,000 മുകളിലേക്ക് അല്ലെങ്കിൽ 15,000 താഴേക്ക് ഒരൊറ്റ വോട്ട് പോലും ഭൂരിപക്ഷം കുറയില്ല എന്ന വലിയ ആത്മവിശ്വാസമാണ് ആര്യാടൻ ഷൗക്കത്ത് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം അതേ ആത്മവിശ്വാസം പങ്കുവയ്ക്കുമ്പോൾ ഒരു കാരണവശാലും വിജയത്തിൽ കുറഞ്ഞൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അഭിലാഷയ്ക്ക് ഇവിടെ വന്നു പോയപ്പോൾ അഭിലാഷിന് മനസ്സിലായിട്ടുണ്ടാകും, എല്ലായിടങ്ങളും വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആണ് നടക്കുന്നത് എന്നുള്ള ബോധ്യം ഈ നാട്ടുകാർക്കുണ്ട്. പക്ഷേ എങ്കിലും സാധാരണ നിലയിൽ മഴയത്തൊക്കെ അങ്ങ് തണുത്ത് പോകേണ്ടിയിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് പക്ഷേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ വിധത്തിലുമുള്ള ആവേശം വാരി വിതറിയുള്ള ഒരു പ്രചരണ കോലാഹലം നടക്കുന്നു. മാത്രമല്ല, വിവാദങ്ങൾ ഒന്നൊന്നായി വന്നു പോകുന്നു. വിവാദമെന്ന് പറയുമ്പോൾ ആദ്യ നാട്ടുകാരെ ഏറ്റവും അധികം ബാധിക്കുന്ന വന്യമൃഗ ശല്യം മുതൽ ഇറാൻ-ഇസ്രായേൽ പ്രശ്നം വരെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു പോയി. ഏറ്റവും ഒടുവിൽ അഭിലാഷ് MV ഗോവിന്ദൻ നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖം ഈ തെരഞ്ഞെടുപ്പിലെ ട്വിസ്റ്റായി മാറുകയായിരുന്നു. ആ അഭിമുഖം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കോലാഹലം ഉണ്ടാക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം നിശബ്ദതയെല്ലാം കീറി മുറിച്ചുകൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അഭിമുഖം മാറി. അഭിമുഖത്തിലെ പ്രതികരണം മാറി. MV ഗോവിന്ദൻ്റെ ആ പ്രതികരണം ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. ഏത് തരത്തിൽ അത് ബാധിക്കും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. അത് ആർക്ക് അനുകൂലമായി മാറുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അതിനൊക്കെ ഇനി നമ്മൾ കാത്തിരിക്കണം. ഇന്നിപ്പോൾ വോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നത് 23-ാം തീയതി വരെയാണ്. അതിന് ടെൻഷൻ ഉണ്ടാകും. ഇനിയിപ്പോൾ ഇത്രയധികം ദിവസം നമ്മൾ കാത്തിരിക്കണം ഇതിൻ്റെ ഫലം വരാൻ വേണ്ടി. എന്തായാലും ഫലം അനുകൂലമാകുമെന്ന് LDF-ഉം UDF-ഉം ഒരുപോലെ കണക്കാക്കുന്നു. തൻ്റെ കഴിവിൻ്റെ പരമാവധി വോട്ടുകൾ സംഭരിച്ചുകൊണ്ട് കരുത്ത് കാട്ടാൻ കഴിയുമെന്ന്
കഴിയുമെന്ന് PV അൻവറും കരുതുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ആത്മവിശ്വാസം പകരുകയാണ്. ഈ BJP സ്ഥാനാർത്ഥി പോലും കാര്യമായ സംവിധാനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് എങ്കിൽ കൂടി കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്താനോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വോട്ട് പിടിക്കാനോ കഴിയുമെന്ന പ്രതീക്ഷ മോഹൻ ജോർജും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നു. എന്തായാലും LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ആവേശം കണ്ടത് കൊട്ടിക്കലാശത്തിലായിരുന്നു. വലിയ തോതിൽ ആളെ കൂട്ടിയുള്ള കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിൽ ഏറ്റവും അധികം ആളുകൾ ഉണ്ടായിരുന്ന പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നതിലും അല്ലെങ്കിൽ പാലക്കാട് ഉണ്ടായിരുന്നതിലും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് LDF ഉം UDF ഉം പരമാവധി ആളുകളെ ഇവിടേക്ക് എത്തിച്ചു.